നമസ്കാരം. നമുക്കൊരു ദൃശ്യം കണ്ടിട്ട് മടങ്ങി വരാം. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിനുശേഷം മറ്റൊരു ചിത്രം കാണിക്കാം. കാരണം ഇത് രണ്ടും കൂടെ ചേർത്ത് വച്ചാലേ കഥ പൂർണ്ണമാകുകയുള്ളൂ. എന്തായാലും നമുക്ക് ആ ദൃശ്യം കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ഇത് ബംഗ്ലാദേശിൽ നടന്ന ഒരു സംഭവമാണ്. ഒരു ക്രിസ്ത്യൻ യുവതിയുടെ വീടിന് നേരെ അവിടുത്തെ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തുന്ന ആക്രമണമാണ്. ദീപു ചന്ദ്രദാസിന് നേരെ നടത്തിയ ആക്രമണമൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. പക്ഷേ നിരന്തരമായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനായിരിക്കാം പശ്ചിമ ബംഗാളിൽ നിന്ന് ഇവരെ പുറത്തേക്ക് പോകണമെന്ന് സുവേന്ദു അധികാരി പറഞ്ഞത് എന്ന് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. ഒരു ചിത്രം കണ്ടിട്ട് വരാം. കണ്ടല്ലോ, ഇത് ബംഗാളിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് ബംഗ്ലാദേശികൾ പലായനം ചെയ്യുന്ന ചിത്രമാണ്. ബംഗ്ലാദേശികൾ കഴിഞ്ഞ കുറേ അധികം നാൾ ഇവിടെ ഉണ്ടും ഉറങ്ങിയുമൊക്കെ ജീവിക്കുകയും ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അത് മമതാ ബാനർജിയുടെ പിന്തുണയോടുകൂടിയാണ് അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ഇവരെല്ലാം എല്ലാ സമയത്തും എവിടെ പോയാലും ഇതേ സ്വഭാവം തന്നെയാണ് കാണിച്ചു കൂട്ടുന്നത്. അവിടുത്തെ ഏത് മനുഷ്യരാണോ ഒറ്റപ്പെടുന്നത് അവർക്ക് നേരെയുള്ള ആക്രമണം നടത്തുവാനായിട്ട് ഇവർക്ക് ഒരു മടിയുമില്ല. അത് പെണ്ണാണെന്നോ ആണാണെന്നോ കുട്ടിയാണെന്നോ അങ്ങനെ ഒന്നുമില്ല. കൃത്യമായി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം നടത്തും. അവർ ഒറ്റപ്പെട്ടതാണെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്രമണം നടത്തുക തന്നെ ചെയ്യും. മ്യാൻമാറിലും ഇത് തന്നെയാണ് അവസ്ഥ. അവിടുത്തെ ബുദ്ധ സന്യാസിമാർക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നിരന്തരം നടന്നുകൊണ്ടേയിരുന്നു. എന്തിനായിരിക്കാം ഇത്തരത്തിലുള്ള ആക്രമണമൊക്കെ നടത്തിയതിന് പിന്നിൽ മറ്റു കാരണങ്ങളൊന്നും തന്നെയില്ല. തങ്ങളല്ലാതെ മറ്റാരും തന്നെ ഇവിടെ അവശേഷിക്കുവാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടായിരുന്നു അത്തരത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തിയത്. അപ്പോൾ ആ രീതിയിൽ പശ്ചിമ ബംഗാളിനെ മാറ്റിയെടുത്തിരുന്നു. പക്ഷേ ഇനി അത് അവിടെ നടപ്പില്ല. ഇനി അവിടെ തങ്ങണമെങ്കിൽ അത് ഇന്ത്യക്കാരനായിരിക്കണം. അതായത് പശ്ചിമ ബംഗാളിൽ തങ്ങണമെങ്കിൽ ഇന്ത്യക്കാരനായിരിക്കണം. ഇല്ലാത്ത ആൾക്കാരെല്ലാം തന്നെ ബംഗ്ലാദേശിലേക്ക് പലായനം ചെയ്യണം. ഇല്ല, ഇന്ത്യയിൽ തങ്ങുകയാണെങ്കിൽ നിങ്ങളെ പിടിച്ച് ജയിലിലാക്കും. 23 ജില്ലകളിൽ തടങ്കൽ പാളയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ തരത്തിലാണ് ജനങ്ങളോട് സുവേന്ദു അധികാരി വളരെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞത്. കാരണം ഈ ബാധ്യത സഹിക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഇന്ത്യക്കില്ല. അത് ഒരു തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനവുമല്ല. കാരണം ഇവിടെ കാണിച്ചു കൂട്ടിയ ആക്രമ പരമ്പരകൾ അത്തരത്തിലാണ്. ഷെയ്ഖ് ഷാജഹാൻ എന്ന് പറയുന്ന ആൾ തത്വമയി ന്യൂസിൽ കൂടെ തന്നെ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഷെയ്ഖ് ഷാജഹാൻ ഞാനൊരു ബംഗ്ലാദേശിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടുത്തെ ഹിന്ദു സ്ത്രീകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. അങ്ങനെ നിരവധിയായിട്ടുള്ള ആക്രമ പരമ്പരകൾ തന്നെ നമുക്ക് പശ്ചിമ ബംഗാളിൽ കാണാൻ കിട്ടും. കഴിഞ്ഞ 15 കൊല്ലക്കാലം മമതയുടെ ചിറകിൻ കീഴിൽ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശിൻ്റെയൊക്കെ അനുഗ്രഹാശസ്സുകളോടുകൂടി അവർ പശ്ചിമ ബംഗാളിലേക്ക് കടന്നു വരികയും മമതയുടെ അനുഗ്രഹത്തോടു കൂടി അവർ നിരന്തരം ആക്രമണം നടത്തി. പക്ഷേ ഇപ്പോൾ അവർക്ക് തിരികെ പോകേണ്ടി വന്നു. ഫെൻസിങ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അവിടെ നടപ്പിലാക്കുകയാണ്. അതായത് ബംഗാൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വേലി കെട്ടുകയാണ്. വേലി കെട്ടുന്ന BSFകാർക്ക് നേരെ പോലും അവർ ആക്രമണം നടത്തുന്നുണ്ട്. 600 കിലോമീറ്റർ ഭാഗത്തേക്കാണ് വേലി കെട്ടുന്നത്. സിലിഗുരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതീവ സുരക്ഷാ മേഖലയായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ പണി പുരോഗമിക്കുകയാണ്. നല്ല ഒന്നാം തരം പണി, നല്ല ചിമിട്ടൻ പണി ബംഗ്ലാദേശികൾക്ക്. അതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിലാണ് മമത പോയതിന് ഏറ്റവും അധികം സങ്കടം. അവർ വലിയ ആക്രോശങ്ങളൊക്കെ മുഴക്കുന്നുണ്ട്. അതായത് മമത
തിരിച്ചധികാരത്തിലേക്ക് വന്നില്ലെങ്കിൽ ഭാരതം ആക്രമിക്കും. എങ്ങനെയാണ് ആക്രമിക്കുക എന്നറിയില്ല. എന്തായാലും ആക്രമിക്കുമെന്നൊക്കെയാണ് അവർ പറയുന്നത്. മറ്റൊരു ഭാഗത്തൂടെ പറയുന്നുണ്ട്, പശുക്കളെ കൊല്ലാൻ അനുവദിച്ചില്ല എങ്കിൽ ഹിന്ദുക്കളെ ഞങ്ങൾ കൊല്ലും. ഇങ്ങനെയൊക്കെ പല ഗീർവാണങ്ങളും വീരവാദങ്ങളും ഒക്കെ മുഴക്കിക്കൊണ്ട് ബംഗ്ലാദേശിൽ കഴിച്ചു കൂട്ടുകയാണ്. എന്തായാലും ഇനി ഇങ്ങോട്ട് തിരിച്ചു വരവ് സാധ്യമല്ല, തിരിച്ച് വരാൻ അനുവദിക്കുകയുമില്ല. അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. 50,000-ത്തിലധികം റേഷൻ കാർഡുകളാണ് ഇവിടെ ബംഗാളിൽ നിന്ന് ഈ അടുത്ത സമയത്ത് തന്നെ കണ്ടെടുക്കപ്പെട്ട, അനധികൃതമായി നിർമ്മിക്കപ്പെട്ട 10 രൂപയും 100 രൂപയും കൊടുത്തുകൊണ്ട് ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയിൽ വെച്ച് നിരന്തരമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും നിരന്തരമായ ഭീകരവാദ ആക്രമണത്തിലും ഇന്ത്യയെ ഒറ്റിക്കൊടുക്കുന്ന നീക്കത്തിലും പാകിസ്ഥാനിലേക്ക് വരെ ചാരവൃത്തി ഇന്ത്യയിൽ നിന്ന് നടത്തി. പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് പോലും ബംഗാളിൽ അഭയം കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇനി ബംഗാളിൽ അരങ്ങേറുവാൻ സാധിക്കില്ല. ബംഗ്ലാദേശിൽ നേരത്തെ കണ്ടതുപോലുള്ള ദൃശ്യങ്ങൾ ഭാരതത്തിൽ ഇനി ആവർത്തിക്കില്ല എന്ന് സുനിശ്ചിതമായി സുവേന്ദു അധികാരി സർക്കാർ പറഞ്ഞിരിക്കുകയാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.